ഇന്ന് ഒരു ചൈനീസ് നാടോടി കഥയാണ് കേട്ടോ. ചാങ്ങിൻ്റെയും വാങ്ങിൻ്റെയും കഥ. ചാങ്ങും വാങ്ങും അയൽക്കാരായിരുന്നു. ചാങ് ഒരു മരം വെട്ടുകാരനാണെങ്കിൽ വാങ് ഒരു കച്ചവടക്കാരനാണ്. ചാങ് പാവപ്പെട്ടവനാണെങ്കിൽ വാങ് പണക്കാരനാണ്. ചാങ് നല്ലവനാണെങ്കിൽ വാങ് ഒരു അത്യാഗ്രഹിയാണ്. ചാങ് കാട്ടിൽ പോയാണ് മരം വെട്ടുന്നത്. കാട്ടിൽ പോയി മരം വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി തലയിൽ ചുമന്ന് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിക്കാനുള്ള പണമുണ്ടാക്കിയിരുന്നത്. എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമ്പോൾ ചാങ്ങിൻ്റെ ഭാര്യ കുറച്ച് ഭക്ഷണം പൊതിഞ്ഞു കൊടുത്തുവിടും. വൈകുന്നേരമല്ലേ തിരിച്ചു വരൂ, അതുവരെ വിശന്നിരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അവരുടെ വീട്ടിലുള്ള ഭക്ഷണത്തിൽ ഒരു പങ്ക് ചാങ്ങിന് പൊതിഞ്ഞു കൊടുത്തുവിടുന്നത്. കാട്ടിൽ ചാങ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു സിംഹത്തിൻ്റെ പ്രതിമ കാണാറുണ്ട്. ആ പ്രതിമയുടെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ പ്രതിമയിലേക്ക് ചാരിയിരുന്നാണ് ചാങ് ഭക്ഷണം കഴിക്കാറ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പ്രതിമ തന്നെ നോക്കുന്നതായി ചാങ്ങിന് തോന്നും. എന്തായാലും ഒരു പ്രതിമയല്ലേ, നാട്ടിലാണെങ്കിൽ ഇത്ര മനോഹരമായ ഒരു പ്രതിമ കണ്ടാൽ ആൾക്കാർ ആരാധിച്ചേനെ, ഇത് കാട്ടിലായതുകൊണ്ടല്ലേ ആരും നോക്കാതെ കിടക്കുന്നത് എന്നൊക്കെ ചാങ് വിചാരിക്കും. സംസാരിക്കാനോ കൂട്ടുകൂടാനോ കാട്ടിൽ ആരുമില്ലാത്തതിനാൽ ചാങ് ആ പ്രതിമയോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. തൻ്റെ ഭക്ഷണത്തിൽ ഒരു പങ്ക് അതിൻ്റെ മുന്നിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും. അത് കഴിക്കും എന്ന വിശ്വാസത്തോടെ. ഇത് ചാങ്ങിൻ്റെ പതിവായി തീർന്നു. ചാങ് ഭക്ഷണം കഴിക്കാൻ ആ പ്രതിമയുടെ അടുത്താണ് എപ്പോഴും വന്നിരിക്കുന്നത്. കഴിക്കുമ്പോഴെല്ലാം ഒരു പങ്ക് പ്രതിമയുടെ മുന്നിലും വയ്ക്കും. കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം ചാങ് തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് പ്രതിമയുടെ മുന്നിൽ വെച്ചിട്ട് ബാക്കി കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രതിമ പെട്ടെന്ന് സംസാരിച്ചു. പ്രതിമ ചാങ്ങിനോട് പറഞ്ഞു, നീ എത്ര നല്ലവനാണ് ചാങ്, ജീവനില്ലാത്തൊരു പ്രതിമയായ എനിക്ക് പോലും നീ നിന്റെ ഭക്ഷണത്തിൽ ഒരു പങ്ക് തരുന്നല്ലോ. ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും തൻ്റെ സുഹൃത്ത് സംസാരിച്ചതിൽ ചാങ്ങിന് വലിയ സന്തോഷം തോന്നി. ചാങ് പറഞ്ഞു, അത് എനിക്ക് മറ്റാരോടും സംസാരിക്കാനില്ലാത്തത് കൊണ്ടല്ല ഞാൻ നിന്നോട് സംസാരിച്ചത്. നാട്ടിലാണെങ്കിൽ എൻ്റെ അടുത്ത് ഭാര്യയും മക്കളും സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നീ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളൂ. മാത്രമല്ല എൻ്റെ സുഹൃത്തായ നീ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിശന്നിരിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ വീട്ടിൽ ഒരുപാട് ഭക്ഷണമൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ നിനക്ക് തരുന്നത്. പക്ഷേ നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ നിനക്ക് എന്നും ഭക്ഷണം തരിക തന്നെ ചെയ്യും. പ്രതിമ പറഞ്ഞു, നന്ദി ചാങ്, നീ കരുണയുള്ളവനാണ്. നിന്റെ വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ കാര്യമൊക്കെ നീ പലപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ. ആ ദാരിദ്ര്യം ഞാൻ തീർത്തു തരാം. നീ ഇന്ന് വൈകിട്ട് എൻ്റെ അടുത്ത് വരണം. നേരം ഇരുട്ടിയിട്ടേ വരാവൂ കേട്ടോ. വരുമ്പോൾ ഒരു സഞ്ചിയും കൊണ്ടുവരണം. ചാങ് സമ്മതിച്ചു. അന്ന് രാത്രി ചാങ് ഒരു സഞ്ചിയും എടുത്ത് സിംഹപ്രതിമയുടെ അടുത്തെത്തി. പ്രതിമ ചാങ്ങിനോട് പറഞ്ഞു, കുറേ നേരം കഴിയുമ്പോൾ നിലാവ് ഉദിക്കും. നിലാവ് എൻ്റെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ ഞാൻ വായ തുറക്കും. എൻ്റെ വയറിനുള്ളിൽ നിറയെ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഒക്കെ ഉണ്ട്. നീ എൻ്റെ വായിലൂടെ കൈയിട്ട് വയറ്റിൽ നിന്ന് അതെല്ലാം എടുക്കണം. നിൻ്റെ സഞ്ചി നിറയ്ക്കണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം കേട്ടോ, നിലാവ് അസ്തമിച്ച് നേരം വെളുക്കുമ്പോഴേക്കും കൈ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ വായ അടയ്ക്കും. പിന്നെ അടുത്ത പൗർണമിക്ക് ഞാൻ വായ തുറക്കും. ചാങ് സമ്മതിച്ചു. ചാങ് നിലാവ് ഉദിക്കുന്നതും കാത്തിരുന്നു. രാവേറെ ചെന്നപ്പോൾ നല്ല നിലാവ് ഉദിച്ചു. നിലാവ് സിംഹപ്രതിമയുടെ മേൽ വീണ് വെട്ടിത്തിളങ്ങി. സിംഹത്തിൻ്റെ വായ കറ ശബ്ദത്തോടെ പതുക്കെ തുറന്നു വന്നു. ചാങ് ആ വായിലൂടെ കൈയിട്ട് സിംഹത്തിൻ്റെ വയറ്റിലെ നിധി വാരിയെടുക്കാൻ തുടങ്ങി. എന്നിട്ട് അത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിറച്ചു. നേരം വെളുക്കാറാവുമ്പോഴത്തേക്ക് ചാങ് കൈയെടുത്തു, സഞ്ചി കെട്ടി സിംഹത്തിനോട് നന്ദി പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുപോയി. അതോടെ ചാങ് വലിയ പണക്കാരനായി. അയൽക്കാരനായ വാങ്ങിനേക്കാളും വലിയ പണക്കാരൻ. വാങ്ങിന് ഇതൊട്ടും സഹിച്ചില്ല. ഇന്നലെ വരെ മരവും വെട്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ചാങ് ഇന്ന് തന്നെക്കാൾ വലിയ പണക്കാരനായിരിക്കുന്നു. വാങ് ചാങ്ങിനെ ചെന്ന് കണ്ടു. സൗഹൃദം സ്ഥാപിച്ചു. എല്ലാ ദിവസവും ചെന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പോകെ ചാങ്ങിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിന് ആ രഹസ്യം പകർന്നു കിട്ടി. കാട്ടിലെ
സിംഹത്തിൻ്റെ പ്രതിമയുടെ രഹസ്യം. ഒട്ടും താമസിച്ചില്ല. വാങ് തൻ്റെ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഒരു മരം വെട്ടുകാരൻ്റെ വേഷത്തിൽ കാട്ടിൽ പോയി തുടങ്ങി. പോകുമ്പോൾ തൻ്റെ വീട്ടിലെ ഏറ്റവും മുന്തിയ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എല്ലാ ദിവസവും സിംഹപ്രതിമയുടെ മുന്നിൽ ആ ഭക്ഷണത്തിൻ്റെ പങ്ക് കൊണ്ടുവെക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് തൻ്റെ കഷ്ടപ്പാടുകൾ സിംഹപ്രതിമയോട് വിസ്തരിച്ചു തുടങ്ങും. ഇത് പതിവായി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. വാങ്ങിൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. പ്രതിമയാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുമില്ല. എന്തായാലും എന്തെങ്കിലും കാര്യം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം സിംഹപ്രതിമ സംസാരിച്ചു. ചാങ്ങിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിനോടും പറഞ്ഞു. വാങ് ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഒരു സഞ്ചി അയാൾ തയ്പ്പിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു വലിയ സഞ്ചി. അന്ന് വൈകിട്ട് അയാൾ സഞ്ചിയുമായിട്ട് സിംഹപ്രതിമയുടെ അടുത്തെത്തി. നിലാവ് കാത്തിരുന്നു. നിലാവ് ഉദിച്ചു. നല്ല പൗർണമി നിലാവ്. നിലാവത്ത് സിംഹം പതുക്കെ വായ തുറന്നു. വായയിലൂടെ വയറ്റിലേക്ക് കൈയിട്ട് വാങ് നിധി വാരിയെടുത്തു തുടങ്ങി. നിലാവത്ത് കയ്യിലിരിക്കുന്ന നിധി വെട്ടിത്തിളങ്ങുന്നത് കണ്ടിട്ട് അയാൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അയാൾ വാരി നിറച്ചുകൊണ്ടേയിരുന്നു. നിലാവ് അസ്തമിച്ചതോ സൂര്യൻ ഉദിച്ചു വരുന്നതോ അയാൾ അറിഞ്ഞതേയില്ല. അയാൾ സിംഹപ്രതിമയ്ക്കുള്ളിൽ കൈയിട്ട് വാരിയെടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. കറകറ ശബ്ദത്തോടെ സിംഹത്തിൻ്റെ വായ അടഞ്ഞു വന്നു. വാങ്ങിന് സഹിച്ചില്ല. ഒന്ന് നിൽക്കൂ, ഒരു കൈയും കൂടെ ഞാൻ വാരിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും സിംഹത്തിൻ്റെ വായിലേക്ക് കൈയിട്ട നിമിഷം വാ പൂർണ്ണമായും അടഞ്ഞു. ഇനി അതൊന്ന് തുറക്കണമെങ്കിൽ അടുത്ത പൗർണമിയാകണം. വാങ് എന്ത് ചെയ്യാനാണ്? സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടു പോയ തൻ്റെ കൈയുമായി വെയിലും മഴയുമേറ്റ് വിശന്ന് തളർന്ന് അയാൾ അവിടെ തന്നെ ഇരുന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.